ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറുതായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നും വീഡിയോസ് എടുക്കാനായിട്ട് ഒരുങ്ങും, പക്ഷെ ഒന്നും ഫുള്ളാക്കില്ല, പകുതിക്ക് വെച്ച് നിർത്തും. അതുകൊണ്ട് തന്നെ ഇതിൽ കുറേ ഭാഗങ്ങൾ ഇൻക്ലൂഡ് ആക്കിയതും ഇല്ലാത്തതും ഉണ്ട്. അപ്പം ഞാൻ അന്നെടുത്ത ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അതൊന്നായിട്ട് കൂട്ടിയൊരു വ്ളോഗാക്കിയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരച്ചുട്ടത്തിരിയും ചിക്കൻ കറിയിന്, പിന്നെ സിസ്റ്ററിന് കുറച്ച് ചിക്കൻ സ്കൂൾക്ക് പൊരിച്ചിന്, അതിന് കുറച്ച് പീസ് എടുത്ത് അതും കൂട്ടി കഴിച്ച്. പിന്നെ ഇവിടെ ഒരാൾ കുളിച്ച് കിടക്കണം കേട്ടോ. പിന്നെ രാവിലെ ഓളൊന്ന പിന്നെ ഓളെ വേഗം പോയി കുളിപ്പിക്കട്ടോ. ഉമ്മച്ചിയാണ് കുളിപ്പിക്കൽ, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല, ഇനി അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ആയി വരാനുണ്ട്. മാഷാഅല്ലാ, രാവിലെ ആണെങ്കിലും ഓൾ ഭയങ്കര ആക്റ്റീവാണ് ആൾ. ഇനി ഓളെ കൊണ്ടുപോയി ഉറക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഐനോസിനെ ഉറക്കിൻ്റെ ശേഷം എനിക്കിതാ ഇന്ന് കിച്ചൺ ഡ്യൂട്ടി ആയിട്ടോ കിട്ടിയത്. ഞാനാണെങ്കിൽ നമ്മളോട് ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്ത ഇല്ലാത്ത ദിവസമാണ് ഇങ്ങനത്തെ വ്ളോഗൊക്കെ എടുക്കാൻ നിൽക്കൽ. കാരണം അന്നാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഉണ്ടാവലുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ വെറുതെ ഇരിക്കലാണ്. വെറുതെ ഇരിക്കാൻ മീൻസ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് എന്തെങ്കിലും പണിയും, പിന്നെ നമ്മൾ തിന്നലും ഫോൺ മക്കളെയും ഉറക്കും, പിന്നെ ഐനൂസിനെ നോക്കലും, ഇതൊക്കെയാണ് അന്ന് മെയിനായിട്ട് ഉണ്ടാവുക. അല്ലാത്ത ദിവസമൊക്കെ നല്ല പണി ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ അന്നൊക്കെയാണ് ഞാൻ വ്ളോഗ് അധികം എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് തിളപ്പിച്ചുറ്റാനും പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടേനി കേട്ടോ, അത് ചൂടാക്കാനും പിന്നെ കുറച്ച് ഫിഷ് പൊരിക്കാനും ഉണ്ടേനി. അപ്പം അതൊക്കെ ഇപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ അടിച്ചാരാനായിട്ട് കേട്ടോ നിന്നത്. ഞാനാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഓരോ പണി എടുക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടും കുറച്ച് ഫോൺമ കളിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടിച്ചാറലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് പോയതാണ്. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ല, അപ്പോൾ എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ എനിക്കും മക്കും കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വിചാരിച്ചു. സിസ്റ്ററാണെങ്കിലും സ്കൂളിൽ പോയതാണ്, അപ്പോൾ ഞങ്ങൾ രണ്ടാളെ തന്നെ ഉള്ളൂ വീട്ടിൽ. ബാക്കിയുള്ളത് ഞാൻ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഇനി സിസ്റ്റർ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഓക്ക് എടുത്ത് കുടിക്കാമല്ലോ, അങ്ങനെ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈവനിങ് ആണ് വീഡിയോ എടുക്കുന്നത്. ഈവനിങ് ഉമ്മച്ച് ചായക്ക് വെള്ളം വെച്ചിനി കേട്ടോ. അപ്പോൾ എന്നോട് അതിൽ പൊടിയിട്ട് ഓഫാക്കാൻ പറഞ്ഞേ. നമ്മൾ AC കേടേനി, അപ്പം അത് നന്നാക്കാനായിട്ട് പണിക്കാർ വന്നീനി. അപ്പം ഉമ്മച്ച് അവിടെയാണ്. അങ്ങനെ ഓര് നന്നാക്കി പോയതിൻ്റെ ശേഷം എനിക്ക് ഇവിടെ കുറേ അടിച്ചുതരാനായിട്ടുണ്ട്. കുറേ മീൻസ് കുറച്ച് പൊടികളുണ്ട്, നല്ല പൊടിയുണ്ട് നന്നാക്കി പോയതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചരി എടുക്കാനുണ്ടേനി. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് നിന്ന്. ഇപ്പച്ചി വരുമ്പം സമൂസ കൊടുഞ്ഞു കിട്ടും. നല്ല ഹോം മെയ്ഡ് സമൂസ കിട്ടുന്ന സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ നമ്മളിവിടെ. അവിടുന്ന് ഇപ്പച്ചി വരുമ്പം സമൂസ കൊടുഞ്ഞു. ഇപ്പം അത് ഏകദേശം രാത്രി ആയിരുന്നു കേട്ടോ. എളാപ്പ വന്നീനി. അപ്പം എളാപ്പനായിട്ട് കുറച്ച് സംസാരിച്ചിരിക്കുകയാണ്. എളാപ്പ ആണെങ്കിലും നമ്മളറിയാതെ നമ്മളെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ രസമില്ലാത്ത ഫോട്ടോസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എടുത്ത് വെക്കും കേട്ടോ, നമ്മളറിയില്ല. അപ്പം ഞാനും തിരിച്ചിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എളാപ്പാണ് ഗൈസ്. അങ്ങനത്തെ നൈറ്റ് ഞാൻ ബർഗർ ഓർഡർ ആക്കി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്, ചിക്കൻ ബർഗറാണ്. ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ ബർഗർ, എനിക്ക് മാത്രമേ ഈ ഒരു ഇതിൽ ഇഷ്ടമുള്ളൂ. അപ്പോൾ ഓർക്കാർക്ക് വേണ്ടായിരുന്നപ്പോൾ ഞാൻ എനിക്ക് മാത്രം കേട്ടോ ഓർഡർ ആക്കിയത്. അപ്പം രാത്രി ബർഗറാണ് കഴിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഇത് വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.